രാഷ്ട്രീയത്തിന്റെ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞ മുൻ DGP ശ്രീലേഖയുടെ അതൃപ്തി BJPയെ മുടിക്കുമോ? തലസ്ഥാന നഗരിയിലെ BJP ഭരണം തുലാസിലോ? തലസ്ഥാന നഗരസഭ പിടിച്ച BJPയുടെ സന്തോഷത്തിന് മുകളിൽ ഇപ്പോൾ തൂങ്ങിയാടുന്നത് മുൻ DGP R ശ്രീലേഖയുടെ മനോവേദനയും മോഹഭംഗവുമാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ ലോകം നന്നാക്കാനും നശിപ്പിക്കാനും കഴിയുമെന്ന് ഹൈന്ദവ പുരാണങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം കലാശിച്ചത് മഹാഭാരത യുദ്ധത്തിലാണെന്ന് മറക്കരുത്. BJP സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ R ശ്രീലേഖ സ്വപ്നം കണ്ടത് തിരുവനന്തപുരം മേയർ പദവിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ശ്രീലേഖ എന്നത് BJPയുടെ താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. ഈ താരപരിവേഷം പ്രചാരണത്തിലും വോട്ട് പിടുത്തത്തിലും പോസ്റ്ററിലും വോട്ടെടുപ്പ് ഘട്ടത്തിലുമെല്ലാം വാർത്തകളും വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. തലസ്ഥാന MP ശശി തരൂരിനെ പോലെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്ന പോലെ കോർപ്പറേഷൻ മേയർ ശ്രീലേഖ എന്നൊരു കണക്കുകൂട്ടലാണ് ഉണ്ടായിരുന്നത്. ഈ മൂന്ന് പേരും അക്കാദമിക്കലി ഉയർന്നു നിൽക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ തലസ്ഥാനവാസികൾ രാഷ്ട്രീയത്തിനുപരി വ്യക്തിപ്രഭാവം നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീലേഖയെ മേയറായി കണ്ടത് മാധ്യമങ്ങളാണെന്ന വിമർശനമാണ് BJPയിലെ VV രാജേഷിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ശ്രീലേഖയെ മേയറായി കണ്ടത് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഒരു മുൻ DGPയെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ കുറഞ്ഞപക്ഷം മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ അത് പാർട്ടിക്കും ആ വ്യക്തിക്കും വളരെ മോശമാണ് താനും. ഇനി BJP പരാജയപ്പെട്ടിരുന്നെങ്കിൽ മേയറാകാൻ കഴിയാത്തത് പാർട്ടി ജയിക്കാത്തത് കൊണ്ടാണെന്ന കാരണം പറഞ്ഞ് തടിതപ്പാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രമാണ്. തലസ്ഥാനത്ത് BJPയുടെ ആദ്യ മേയർ പദവിയിലെത്തുന്ന ചരിത്രപരമായ നിമിഷം. BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയ കഴിഞ്ഞ കൗൺസിലിന്റെ സാരഥി ആര്യ രാജേന്ദ്രന് BJP അണികൾ നന്ദി പറയുമ്പോൾ ഒപ്പം അംഗീകരിക്കുന്ന പേരാണ് ശ്രീലേഖ. അവരുടെ സ്ഥാനാർത്ഥിത്വം BJPക്ക് കൂടുതൽ വിശ്വാസ്യതയും സ്വീകാര്യതയും ഉണ്ടാക്കിയെന്നതിൽ ഒരു സംശയവുമില്ല. ഇതുവരെയും തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് IPSകാരെ സ്ഥാനാർത്ഥിയാക്കാൻ ആരും മുതിർന്നിട്ടില്ല. അഥവാ ഒരു IPSകാരൻ സ്ഥാനാർത്ഥിയാകില്ല. ഈ സാഹചര്യത്തിലാണ് ശ്രീലേഖ സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പോൾ അവിടെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പ്. അല്ലാതെ ഒരു വാർഡിന്റെ കൗൺസിലറാകാൻ മാത്രമായി ശ്രീലേഖ തിരഞ്ഞെടുപ്പിൽ നിൽക്കാമെന്ന് സമ്മതിക്കുമെന്ന് കരുതാൻ വയ്യ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീലേഖയുടെ അവസ്ഥ. ഇത്രയും കാലം കോർപ്പറേഷൻ ഭരണത്തിലെത്താൻ കഴിയാതിരുന്ന BJPക്ക് തന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ചരിത്രം തിരുത്താനായി. എന്നാൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കു മാറ്റി. പാർട്ടിക്കകത്ത് ഗ്രൂപ്പായി, തമ്മിൽ സ്ഥാനത്തിനുള്ള വടം വലിയായി. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ പടമായി, ശ്രീലേഖ വീട്ടിലുമായി. ഇനി എന്ത് ചെയ്താണ് ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ കഴിയുന്നതെന്ന ചിന്തയിലാണ് നേതൃത്വം. വിഴിഞ്ഞം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFനോ LDFനോ ഒരു സീറ്റ് കൂടി ലഭിക്കും. ഇരുകൂട്ടരും ഒന്നിക്കുകയാണെങ്കിൽ വീണ്ടും ഭരണം അനിശ്ചിതത്വത്തിലേക്ക് പോകുമെന്നുറപ്പാണ്. കണ്ണമൂല വാർഡ് കൗൺസിലർ രാധാകൃഷ്ണന്റെ ഒറ്റബലത്തിലാണ് BJP അധികാരത്തിലേറിയിരിക്കുന്നത്. എന്നാൽ ഇത് നിരുപാധിക പിന്തുണയല്ല. രാഷ്ട്രീയ സാഹചര്യം മാറുകയാണെങ്കിൽ പിന്തുണയും പിൻവലിച്ചേക്കാം. അങ്ങനെയെങ്കിൽ കോർപ്പറേഷനിൽ വീണ്ടും മേയർ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നുറപ്പാണ്. പക്ഷെ അപ്പോഴും ശ്രീലേഖയുടെ സീറ്റ് കൗൺസിലറിൽ തന്നെ. ഇനിയൊരു സ്ഥാനത്തിലേക്ക് പരിഗണിക്കാനും കഴിയില്ല. കാരണം നൂൽപാലത്തിലൂടെയാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. ശ്രീലേഖയെ രാജിവെപ്പിച്ച് മറ്റൊരു സ്ഥാനം നൽകിയാൽ അത് ആത്മഹത്യാപരമാകും. ശാസ്തമംഗലത്തിൽ വീണ്ടും BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാകില്ല എന്നതുകൊണ്ടാണിത്. അപ്പോൾ ശ്രീലേഖ അടുത്ത 5 വർഷവും കൗൺസിലറായി തന്നെ തുടരും. എന്നാൽ ശ്രീലേഖ വരുന്ന 5 വർഷവും വെറും കൗൺസിലറായി തുടരുമോ അതോ ബദൽ മാർഗങ്ങൾ തേടുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാവി.